ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോഡക്റ്റിനെ 35 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്നിന്റെ മാക്സിമം പോസിബിൾ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഈ പ്രോഡക്റ്റിനെ നമുക്ക് 35 എത്ര പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അതിന് നമുക്ക് 35 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 5 ആണ്. സോ നമ്മൾ 7ന്റെയും 5ന്റെയും പവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് പവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് 7² × 5³ ആണ് വന്നതെങ്കിൽ എനിക്ക് 35ന്റെ പവർ വരുന്നത് 7 × 5² × 5, അതായത് 35ന്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ നമുക്ക് 7ന്റെയും 5ന്റെയും പവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതിനാണോ ലോവസ്റ്റ് എക്സ്പോണന്റ് വരുന്നത് അത്രയും ആയിരിക്കും നമുക്ക് 35ന്റെ പവേഴ്സ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ 7 × 343 എന്ന് പറയുമ്പോൾ 7³ ആണ്. 385 7 × 11 × 5 ആണ്. അഗെയിൻ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5³ × 2³ ആണ്. 2401 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7⁴ ആണ്. അഗെയിൻ ലാസ്റ്റ് വൺ 7 × 1111 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 7ന്റെ പവർ ആണ് കൂടുതലുള്ളത്. സോ നമ്മൾ ഇതിനകത്തുള്ള ലോവസ്റ്റ് പവർ വരുന്നത് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 5ഉം 5³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5⁴ ആണ് സ്മോളസ്റ്റ് വരുന്നത്. സോ ദാറ്റ് × 7⁴ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35⁴ വരും. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ.